കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീൻ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ഗാഥ നവീനുള്ള ചായയുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നത്. നവീൻ അങ്ങനെ പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ ഗാഥ. അന്നേരം പെട്ടെന്ന് ഗാഥയെ തിരിഞ്ഞു നോക്കുന്നതും ഗാഥയുടെ ആ മാറ്റം കണ്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് നവീൻ. നവീൻ എന്തായി ഇങ്ങനെ നോക്കുന്നത്? ഓ മനസ്സിലായി, ഇന്നലെ കണ്ട ഗാഥയല്ല ഇപ്പോൾ കാണുന്നതല്ലേ. ഇന്നലെ ഞാൻ ദേഷ്യം വന്നപ്പോൾ എന്തൊക്കെ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു പോയി. സോറി നവീൻ. ഇതാ ചായ കുടിക്ക്. ആ മാണിക്കുഞ്ഞ് വാ ചായ കുടിക്ക്. അന്നേരം മാണിക്കുഞ്ഞും അമ്പറന്നിങ്ങനെ നോക്കുവാണ് കേട്ടോ. ഈ സമയം ഗാഥ പറയണേ, ഗാഥ മാഡം തന്നെയാണോ ഈ നിൽക്കുന്നതെന്നല്ല ആലോചിക്കുന്നത്? ഗാഥ തന്നെയാണ്. ഞാനിന്ന് നല്ല മൂഡിലാണ് നവീൻ. നവീനിന്ന് ഓഫീസിൽ പോയിട്ട് കുറച്ച് നേരത്തെ വാ, നമുക്കൊന്ന് ഔട്ടിങ്ങിനൊക്കെ പോകാം. നവീൻ്റെ ഒപ്പം ഒന്ന് പുറത്തൊക്കെ ചുറ്റിയടിക്കുമ്പോഴേക്കും എൻ്റെ മനസ്സ് കുറച്ചുകൂടി ഒന്ന് റിഫ്രഷ് ആവും. അന്നേരം നവീൻ ആശ്ചര്യത്തോട് ചോദിക്കണേ, സത്യം പറയാലോ എൻ്റെ ഗാഥ തന്നെയാണോ ഈ നിൽക്കുന്നത്? ഇത്രയും ദിവസം കണ്ടതിൽ നിന്ന് വലിയൊരു മാറ്റം പോലെ. അന്നേരം മാണിക്കുഞ്ഞും പറയണേ, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഗാഥ മാഡം ഞാൻ ആ ശങ്കർ സാറുമായിട്ടുള്ള മീറ്റിംഗ് പോലും അറേഞ്ച് ചെയ്യാതെ ഇന്നത്തെ ദിവസം ഫുള്ള് നവീൻ സാറിനെ ഫ്രീ ആയിട്ട് വിട്ടാനേ. അന്നേരം ഗാഥ പറയണേ, അത് സാരമില്ല, നവീൻ വേഗം ഓഫീസിൽ പോയിട്ട് ജോലിയൊക്കെ തീർത്തിട്ട് വന്നാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഈ സമയം നവീൻ പറയണേ, ശരി, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. താൻ മുമ്പ് ധരിച്ചിരുന്ന പോലത്തുള്ള സിമ്പിൾ ഡ്രസ്സ് ധരിച്ച് എൻ്റെ ഒപ്പം പുറത്ത് വന്നാൽ മതി, എനിക്കതാ കൂടുതലിഷ്ടം. അത് കേൾക്കുന്നതും ഗാഥയുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. എന്നാലും നവീൻ്റെ മുമ്പിൽ കാണിക്കാതെ പറയണേ, ശരി നവീൻ, ഞാൻ നോക്കാം. എന്നാൽ പിന്നെ നവീൻ വേഗം പോയി ജോലിയിലേക്ക് തീർത്തിട്ട് വാ. അന്നേരം മാണിക്കുഞ്ഞ് പറയണേ, സാറേ ഞാൻ ശങ്കർ സാറിനെ വിളിച്ച് മീറ്റിംഗ് വേറൊരു ദിവസത്തേക്ക് മാറ്റണോ? ഏയ് വേണ്ട, എന്താണെങ്കിലും നമ്മൾ പറഞ്ഞല്ലേ, ഇപ്പം തന്നെ വേഗം പോയേക്കാം. എന്നാൽ ഗാഥ ഞാൻ ഇറങ്ങട്ടെ. ശരി നവീൻ, വേഗം പോയിട്ട് വാ. അങ്ങനെ പറഞ്ഞാൽ ഗാഥ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം നവീൻ മാണിക്കുഞ്ഞിനോട് പറയണേ, എന്നാലും ഗാഥയ്ക്ക് എന്താ എത്ര പെട്ടെന്നാണ് ഇങ്ങനൊരു മാറ്റം വന്നത്? അന്നേരം മാണിക്കുഞ്ഞ് പറയണേ, ഇന്നലെ തണുപ്പത്തിൽ നിന്ന് എന്തൊക്കെയായിരുന്നു സാറ് പറഞ്ഞത്? ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എന്തോ തോന്നുന്നു സാറേ. ഗാഥമഠത്തിൽ കുറച്ച് സമയം മാത്രം സാറ് കൊടുത്താൽ മതി, സാറിൻ്റെ പഴയ ഗാഥാമഠമായിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ചു വരും. അന്നേരം നവീൻ പറയണേ, എന്താണെങ്കിലും ദൈവമായിട്ട് തന്നതാ ഇന്നത്തെ ഈ ദിവസം, പഴയ സന്തോഷങ്ങളൊക്കെ തിരിച്ചെടുക്കാനുള്ള ദിവസം. അത് കേൾക്കുമ്പോൾ മാണിക്കുഞ്ഞ് പറയണേ, സാറിപ്പോൾ കൂടെ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അന്നേരം നവീൻ ചിരിച്ചുകൊണ്ട് മാണിക്കുഞ്ഞിൻ്റെ കൂടെ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗാഥ നേരെ റൂമിൽ ചെന്ന് മമ്മി വിളിക്കാനായിട്ട് ഫോൺ എടുക്കുക. ഈ സമയത്ത് തന്നെ സിത്താരയുടെ കോളും വരുവാണ് കേട്ടോ. അതുകൊണ്ട് ഗാഥ തന്നെ അങ്ങ് അത്ഭുതപ്പെട്ടു പോകുവേ. ഇതെന്താ അതിശയം, നീ മമ്മി വിളിക്കുന്നു? അങ്ങനെ സന്തോഷത്തോടെ ഗാഥ ഫോൺ എടുക്കുക. ആ മമ്മി, ഞാൻ എന്താ മമ്മി അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു, അപ്പോഴാണ് മമ്മിയുടെ കോള്. അന്നേരം സിത്താര ചോദിക്കണേ, മോളെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഓക്കെ ആയോ നീ? പിന്നല്ലാതെ. അന്നേരം സിത്താര പറയണേ, ഇന്നലെ മോളല്ലേ മമ്മി വിളിച്ച് സംസാരിച്ചത്, നിൻ്റെ സംസാരമൊക്കെ കേട്ടപ്പോൾ മമ്മി ആകെ ടെൻഷനായി പോയി. അന്നേരം ഗാഥ പറയണേ, അത് ശരിയാ, ഇന്നലെ ഞാൻ മമ്മി വിളിച്ച് അങ്ങനെയൊക്കെ സംസാരിച്ചു. പെട്ടെന്ന് നാഗത്തിനൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ അങ്ങ് പോയി മമ്മി. ഞാൻ എല്ലാവരോടും കുറച്ച് പൊട്ടിത്തെറിച്ച് തന്നെ സംസാരിച്ചത്. അന്നേരത്തെ ദേഷ്യത്തിലാണ് അങ്ങനെയൊക്കെ മമ്മിയോട് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ പേരിൽ നവീനെ വിട്ട് പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇന്ന് രാവിലെ തന്നെ നവീനോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്തു. ഞങ്ങൾ രണ്ടാളും കൂടി ഇന്ന് വൈകിട്ട് ഔട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചിരിക്കുക. നവീൻ ഓഫീസിൽ നിന്ന് നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സിത്താരൊക്കെ സന്തോഷമാകണേ. കണ്ടില്ലേ, ഇതുപോലെ ആരുടെ ഉപദേശമൊന്നും കേൾക്കാതെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ നീ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞു. ഇത് തന്നെയാണ് മമ്മിയും ആഗ്രഹിച്ചത്. ഇന്നലെ നിൻ്റെ സംസാരം കേട്ടപ്പോൾ മമ്മി എന്തോരം പേടിച്ചു എന്നറിയോ? സോറി മമ്മി, എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ചില സമയത്ത് എൻ്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം സിത്താര പറയണേ, ഇപ്പം എന്താണെങ്കിലും എല്ലാം ശരിയായില്ലേ? ഇപ്പം എന്നോട് സംസാരിക്കുന്നത് പോലെ തന്നെ കളരിക്കലുള്ള എല്ലാവരോടും സംസാരിക്കണം. ഗാഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നവരുടെ എല്ലാ സംശയങ്ങളും ഇന്നത്തോടെ നീ മാറ്റിക്കൊടുക്കണം. അന്നേരം ഗാഥ പറയണേ, അതൊക്കെ ഞാൻ ഏറ്റു മമ്മി. അല്ലെങ്കിലും ഇവിടെ ആ കൃഷ്ണൻ നിന്ന സമയത്ത് അവളായിട്ടുണ്ടാക്കിയ ചില കാര്യങ്ങളും ശീലങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പതിയെ മാറ്റിയെടുത്തോളാം. പിന്നെ മമ്മി, ഇന്നലെ മമ്മീൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട് മര്യാദക്ക് ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നല്ലപോലെ മിടുക്കി കുട്ടിയായിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. എന്നാൽ ഓക്കെ മമ്മി, ഞങ്ങൾ പുറത്തുപോയി വന്നിട്ട് മമ്മിയെ ഞാൻ വിളിക്കാം കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഗാഥ കോള് കട്ട് ചെയ്യുവാണ്ട്. ഈ സമയം സിനിയും സിത്താരയുടെ അരികിലുണ്ടാകും. അന്നേരം സിത്താര സന്തോഷത്തോടെ പറയണേ, കണ്ടില്ലേ ഗാഥ മോളെ വിളിച്ചത്, അവളുടെ മനസ്സൊക്കെ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഒത്തിരി സന്തോഷത്തോടെ അവൾ പിന്നോട് സംസാരിച്ചത്. നവീൻ്റെ ഒപ്പം അവളിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുക. അവൾ ഓക്കെ ആയി എന്നറിഞ്ഞപ്പോഴേ എൻ്റെ മനസ്സൊന്ന് ശാന്തമായത്. എന്താണെങ്കിലും കഴിക്കാനായിട്ട് എന്തെങ്കിലും എടുക്ക്, ഇന്ന് മനസ്സറിഞ്ഞ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അത് കേട്ടിട്ട് സിനി പറയണേ, അത് ശരി, ഗാഥാ മാഡത്തിന് സന്തോഷമായാലേ മാഡത്തിൻ്റെ മുഖത്ത് ഇതുപോലെ സന്തോഷം കാണാൻ പറ്റുള്ളൂ അല്ലേ? ഗാഥാ മാഡം ഹാപ്പി ആയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മാഡത്തിൻ്റെ മുഖത്തുള്ള ചിരിയുണ്ടല്ലോ, അത് കാണാൻ എന്ത് രസമാണെന്നറിയോ? അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് സിത്താര. പിന്നീട് കാണിക്കുന്നത് പാർക്കിലെത്തുന്ന കൃഷ്ണനെയും ഗോപാലനെയുമാണ് കേട്ടോ. അന്നേരം ഗോപാലൻ കൃഷ്ണയോട് പറയണേ, കൃഷ്ണമോളെ, സത്യം പറഞ്ഞാൽ ഈ പാർക്കിൽ ഇതുപോലെയുള്ള കച്ചവടക്കാരെയൊന്നും അവരനുവദിക്കാറില്ല. ഇവിടുത്തെ സെക്യൂരിറ്റി എൻ്റെ ഒരു പരിചയക്കാരനാണ്. അതുകൊണ്ടാണ് അവനോട് പറഞ്ഞ് 1 മണിക്കൂർ നേരം നമുക്കിവിടെ നിൽക്കാൻ അയാൾ അവസരം ഒരുക്കി തന്നത്. അതുകൊണ്ട് അധികം നേരമൊന്നും നിൽക്കണ്ട, 1 മണിക്കൂർ കഴിഞ്ഞാലേ നമുക്ക് പോകാം. മോളെന്നാണെങ്കിലും ഒരു കാര്യം ചെയ്യ്, ഈ പാർക്കിലൊക്കെ വന്നതല്ലേ, മോൾ ഇവിടേക്ക് ഒന്ന് ചുറ്റും നടന്ന് കണ്ടോ. അതെന്താ, പെണ്ണുങ്ങളിവിടെ ലോട്ടറി വിൽപ്പന നടത്താൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
അങ്ങനെയൊന്നുമില്ല മോളെ. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പാർക്കിലും ബീച്ചിലൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കാൻ അവർക്ക് ആഗ്രഹവും കൊതിയൊക്കെ ഉണ്ടാവില്ലേ? അന്നേരം കൃഷ്ണ പറയണേ, അങ്ങനെ വരുന്ന പെൺകുട്ടികളുടെ ഒപ്പം അവരുടെ കാമുകന്മാരും ഉണ്ടാവും. മോൾക്കുണ്ടല്ലോ അങ്ങനെ ഒരാൾ. ഒന്ന് കോൾ ചെയ്താൽ നവീൻ ഓടിയെത്തില്ലേ? ഗോപാലമാമ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറയില്ല കേട്ടോ, അല്ലെങ്കിലും കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞതാ മോളെ. മോള് ചെന്ന് ഇവിടേക്ക് ഒന്ന് കണ്ടിട്ട് വാ. അപ്പോഴേക്കും ഗോപാലമാമൻ ആ സൈഡിലെ കുറച്ച് ആൾക്കാരുടെ അടുത്തേക്ക് ലോട്ടറി ആയിട്ട് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് ഗോപാലൻ ആ സൈഡിലേക്ക് പോകുവാണ്. ഇതേസമയം കൃഷ്ണയാണെങ്കിൽ ആ പാർക്കിലൂടെ പതിയെ നടന്ന് അവിടെ എല്ലാം ചുറ്റിക്കാണുവാണ് കേട്ടോ. അങ്ങനെ ഗോപാലൻ ആ ഭാഗത്തേക്ക് ലോട്ടറി വിറ്റുകൊണ്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ നവീൻ്റെ കാറ് അവിടെ എത്തുന്നത് ഗോപാലൻ കാണുന്നത്. ഗോപാലൻ അങ്ങനെ അവിടെ നിന്ന് ശ്രദ്ധിക്കുവാണ്. അന്നേരം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നവീനെയും മാണിക്കുഞ്ഞിനെയും ഗോപാലൻ കണ്ട് ഞെട്ടിപ്പോകുവാണ്. നവീൻ ഇവിടെ എത്തിയോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അയ്യോ, കൃഷ്ണമോളാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുവാണ് ഗോപാലൻ. അന്നേരം നവീനും മാണിക്കുഞ്ഞും കൂടി അവരുടെ ഓഫീസിലെ ആ സ്റ്റാഫിൻ്റെ അരികിലേക്ക് ചെല്ലുക. ഈ സമയം മാണിക്കുഞ്ഞ് നവീനോട് പറയുന്നുണ്ട്, ഇവിടെ നമ്മുടെ പാർക്കിൻ്റെ മറ്റ് പ്രോജക്റ്റിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനൊക്കെ ഒന്ന് പൂർത്തിയായിട്ട് വേണം ഇവിടെ വന്ന് വൈകിട്ടൊക്കെ ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കാൻ. അതെന്തിനാ? അല്ല, മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഈ സമയത്ത് ആ സ്റ്റാഫ് അങ്ങോട്ടേക്ക് വരുക. അന്നേരം നവീൻ ചോദിക്കണേ, എന്തായിരുന്നു ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യം? അങ്ങനെ നവീനോട് അയാൾ ആ ഡൗട്ടിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ മാണിക്കുഞ്ഞ് കുറച്ച് മുമ്പിലായിട്ട് മരത്തിലെ പൂവിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന കൃഷ്ണയെ കാണുന്നത്. അതുകൊണ്ട് മാണിക്കുഞ്ഞാണെങ്കിൽ വിശ്വസിക്കാനാവാതെ ഞെട്ടലോട് കൂടി നിൽക്കുക. ഗാഥാ മാഡം നവീൻ സാറിൻ്റെ ഒപ്പം ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ സാറിന് സർപ്രൈസ് കൊടുക്കാൻ ഇവിടെ എത്തിയോ? അതും സാർ പറഞ്ഞ വേഷത്തിൽ. അങ്ങനെ കണ്ണും തള്ളി നിൽക്കുവാണ് കേട്ടോ മാണിക്കുഞ്ഞ്. ഇതേസമയം ഗോപാലനാണെങ്കിൽ പതിയെ കൃഷ്ണയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗോപാലന് കൃഷ്ണയുടെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഗോപാലനാണെങ്കിൽ അതെല്ലാം മറിഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഈ സമയം മാണിക്കുഞ്ഞ് നേരെ നവീനെ വിളിക്കുക. സാറേ ഒന്ന് വന്നേ. എന്താടോ? ഒന്ന് വാ സാറേ. സാറിനെ ഞാനിപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാം. ആ കാഴ്ച കണ്ട സാർ ശരിക്കും ഞെട്ടിപ്പോവും. കാണിക്കട്ടെ? താൻ എന്താന്ന് വെച്ചാൽ കാണിക്ക്. എന്നാതെ എൻ്റെ ചൂണ്ടുവിരലിൻ്റെ നേരെ അറ്റത്ത് നിൽക്കുന്ന എന്താന്ന് നോക്ക്. അങ്ങനെ പറഞ്ഞ് മാണിക്കുഞ്ഞ് കൃഷ്ണക്ക് നേരെ വിരൽ ചൂണ്ടുവാണ് കേട്ടോ. അന്നേരം നവീൻ അങ്ങോട്ട് നോക്കുമ്പോൾ കൃഷ്ണയെ കണ്ട് നവീനും അങ്ങ് അമ്പരന്ന് പോകുക. ഗാഥ എങ്ങനെ ഇവിടെ എത്തി? എൻ്റെ സാറേ, സാറിനേക്കാൾ മുമ്പേ സാറിന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാഥാമേട് ഇവിടെ എത്തിയത്. അതും സാറ് പറഞ്ഞതുപോലെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് പണിഞ്ഞു. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്, നമ്മളൊന്ന് കറങ്ങി വന്നപ്പോഴേക്കും ഗാഥാമേട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ വന്നു എന്നാണ്. സാറെന്തെങ്കിലും മടിച്ചു നിൽക്കുന്നത്? അങ്ങോട്ടേക്ക് ചെല്ലു സാറേ. ഗാഥ മാഡം സാറിന് ഇത്ര വലിയൊരു സർപ്രൈസ് തന്നെയല്ലേ? അന്നേരം മാണിക്കുഞ്ഞ് പറയണേ, എന്താ സാർ ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുന്നത്? എൻ്റെ പൊന്നു സാറേ, ഇത്രയും വലിയൊരു സർപ്രൈസ് സ്വന്തം ഭാര്യ തന്നിട്ട് അതിൻ്റെ ആഹ്ലാദം ഒന്ന് പ്രകടിപ്പിക്കും സാറേ. അത് മാഡം ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അങ്ങോട്ട് ചെല്ലു സാറേ. എന്നാൽ പിന്നെ അങ്ങോട്ട് ചെല്ലാല്ലേ? ചെല്ല്. അങ്ങനെ നവീൻ കൃഷ്ണയുടെ അരികിലേക്ക് ചെല്ലുവാണ്. ഈ സമയം കൃഷ്ണയാണെങ്കിൽ അവിടെ മരത്തിലുള്ള ആ പൂവുണ്ടല്ലോ അത് പറിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അത് കാണുന്നതും അടുത്തെത്തുന്ന നവീൻ കൃഷ്ണയെ പൊക്കിയെടുക്കുവാണ്. അന്നേരം നവീനെ കണ്ട് കൃഷ്ണ ഞെട്ടുക. അയ്യോ നവീൻ, എന്തായി കാണിക്കുന്നത്? താഴെ ഇറക്ക് നവീൻ. അന്നേരം നവീൻ കൃഷ്ണയെ കൈകളിൽ പൊക്കിയെടുത്ത് ചുറ്റിക്കറങ്ങുവാണ്. പെട്ടെന്ന് ബാലൻസ് തെറ്റി രണ്ടാളും കൂടി നിലത്തേക്കും വീഴുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഗോപാലനും മാണിക്കുഞ്ഞുമൊക്കെ. അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ കണ്ണോട് കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. കൃഷ്ണക്കാണെങ്കിൽ നവീൻ ഇങ്ങനെ ഇത്രയും തൊട്ടടുത്ത് കണ്ടപ്പോൾ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നുവാണ് കേട്ടോ. പെട്ടെന്ന് ഇത് റോഡാണെന്ന് തിരിച്ചറിഞ്ഞ് രണ്ടുപേരും ചാടി കഴിഞ്ഞേക്കുക. അന്നേരം നവീൻ ചോദിക്കണേ, അല്ല ഇതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയത്? വൈകിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഔട്ടിങ്ങിന് പോകാമെന്നല്ലേ പറഞ്ഞത്? ഇങ്ങനെയൊരു സർപ്രൈസ് എനിക്ക് തരാൻ വേണ്ടിയാണോ? അത് മനസ്സിലൊളിപ്പിച്ചിട്ടായിരുന്നോ എന്നോട് അങ്ങനെ പറഞ്ഞത്? ഞാൻ ആഗ്രഹിച്ചതുപോലെ സിമ്പിൾ ഡ്രസ്സ് ഇട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് ആഡംബരം ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇത് പെർഫെക്റ്റാണ്. എൻ്റെ മനസ്സ് കീഴടക്കിയ അതേ പെൺകുട്ടി തന്നെ. ഇവിടെ നമ്മൾ നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇത് പ്രണയിക്കുന്നവർ പരസ്പരം കൈകോർത്ത് പിടിച്ച് നടക്കുന്ന സ്ഥലം തന്നെയാണ്. പക്ഷേ നമുക്ക് നമ്മൾ മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് പോകാം. അതാണ് കുറച്ചും കൂടി നല്ലത്. അത് കേട്ടിട്ട് കൃഷ്ണ പറയണേ, അല്ല നവീൻ, എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. എങ്ങോട്ട്? അതിന് തന്നെ ഞാൻ വിട്ടിട്ട് വേണ്ടേ? ഇന്നത്തെ എൻ്റെ ടോട്ടൽ പ്രോഗ്രാംസ് മാറ്റി വെക്കുവാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഔട്ടിങ്ങിന് പുറത്ത് ചുറ്റാൻ പോകുന്നു. വി ആർ ഗോയിങ് നൗ. അത് കേട്ട് മറുത്തൊന്നും പറയാനാവാതെ നിൽക്കുവാണ് കൃഷ്ണ. പെട്ടെന്ന് അവിടെ മരത്തിൻ്റെ അവിടെ നിൽക്കുന്ന ഗോപാലനെ നോക്കുന്നത് ഗോപാലൻ കൃഷ്ണയെ കളിയാക്കിച്ചിരിക്കുവാണ്. അത് കണ്ടിട്ട് ദേഷ്യത്തോടെ നോക്കുവാണ് കൃഷ്ണ. ഈ സമയം നവീൻ കൃഷ്ണയുടെ കൈ കയറി പിടിക്കണേ, താനിങ്ങി വന്നേ. അങ്ങനെ പറഞ്ഞ മാണിക്കുഞ്ഞ് നദിയിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അന്നേരം മാണിക്കുഞ്ഞ് രണ്ടാളെയും കളിയാക്കിച്ചിരിക്കുവാണ്. എന്നാലും എൻ്റെ മാഡം ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇവിടെ എത്തിയത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അന്നേരം നവീൻ പറയണേ, താനിപ്പോൾ അതന്വേഷിച്ച് നടക്കുവാണോ? അന്നേരം മാണിക്കുഞ്ഞ് പറയണേ, അല്ല ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ മാഡത്തിനെ കണ്ടപ്പോൾ ഇത് മാഡം തന്നെയാണോ അതോ സ്വപ്നം കാണുന്നതാണോ എന്നറിയാൻ ഞാൻ 2-3 തവണ കണ്ടുറപ്പിച്ചതിന് ശേഷം നവീൻ സാറിനെ വിളിച്ച് പറഞ്ഞത്. എന്നാണെങ്കിലും സാറിൻ്റെ മാഡത്തിൻ്റെ ഇപ്പം പൊക്കോ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതേക്കുന്നതും കൃഷ്ണ പറയണേ, അല്ല നവീൻ ഓഫീസിൽ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ നവീൻ അങ്ങോട്ട് ചെന്നോ.
അത് കേൾക്കുന്നത് മാണിക്കുഞ്ഞ് പറയണേ എൻ്റെ മാഡം സാറിനെ ഇനിയും ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോയാലേ ഞാനൊരു ബോറനായിരിക്കും. അപ്പോൾ ഇപ്പോൾ പിന്നെ താൻ അങ്ങനെയല്ലേ എന്ന് നവീൻ ചോദിക്കുക. അത് കേട്ടിട്ട് മാണിക്കുഞ്ഞ് പറയണേ എൻ്റെ സാറേ നന്ദി വേണം നന്ദി. ഞാൻ കാണിച്ചില്ലായിരുന്നെങ്കിൽ സാറ് കഥാമേടത്തെ കാണുമായിരുന്നോ? എടോ എൻ്റെ പെണ്ണിവിടെ എന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ കാണാതെ പോകൂ. താനൊന്ന് ചുമ്മാതിരിക്കുക എന്നിട്ട് വന്ന് കാറെടുക്ക്. അത് കേട്ടിട്ട് മാണിക്കുഞ്ഞ് പറയണേ ദേ കാർ എടുക്കാനൊന്നും ഞാനില്ല. ഇതാ കാറിൻ്റെ കീ ഞാൻ സാറിൻ്റെ കയ്യിലേക്ക് തരുവാണ്. നിങ്ങൾ രണ്ടാളും എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ പൊയ്ക്കോ. നിങ്ങളുടെ ഇടയിലേക്ക് ഒരു കട്ടറുമ്പ് പോലെ വരാനേ എനിക്ക് തീരെ താല്പര്യമില്ല. അല്ല അപ്പം താനെങ്ങനെ പോവും? ഞാൻ ഓഫീസിൽ നിന്ന് കാർ വിളിപ്പിച്ചോളാം. സാറും കാരാമേടവും കൂടി ചെല്ലും. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്, നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. അങ്ങനെ നവീൻ കൃഷ്ണയും കൂട്ടി അവിടെ നിന്നും കാറിൽ കയറി പോകുവാണ് കേട്ടോ. ഈ സമയം ഗോപാലനാണെങ്കിൽ ടെൻഷനോടുകൂടി പറയണേ ഈശ്വര കൃഷ്ണമോളെ രക്ഷിക്കാൻ എനിക്ക് ആവുന്നില്ലല്ലോ. വീട്ടിലൊരാൾ, നവീൻ്റെ കൂടെ പുറത്തൊരാൾ, എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതൊക്കെ എവിടെ ചെന്ന് എത്താൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഗോപാലൻ ടെൻഷനോട് കൂടി നിൽക്കുവാണ്. പിന്നീട് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന നവീനെയും കൃഷ്ണനെയും കേട്ടോ കാണിക്കുന്നത്. ഈ സമയം നവീൻ സന്തോഷത്തോടെ കൃഷ്ണയുടെ കയ്യിലിങ്ങനെ പിടിക്കുന്നുണ്ട്. അന്നേരം കൃഷ്ണൻ ചോദിക്കണേ നവീൻ കയ്യിലെ വേദന മാറിയോ? തന്നോട് ഞാൻ പറയുന്നില്ല, ഇന്നലെ താഴെ ചോദിച്ചതേ ഇല്ലല്ലോ. എനിക്കറിയാം, ഇന്നലെ തന്നെ മനസ്സ് ഡിസ്റ്റർബായിരുന്നു. പാമ്പിനെ കണ്ട് ആകെ പേടിച്ചിരിക്കുമായിരുന്നു താൻ. അതുകൊണ്ടാണ് താൻ ഇന്നലെ എല്ലാവരോടും അത്രയും മോശമായിട്ടും ദേഷ്യത്തോടെയൊക്കെ സംസാരിച്ചത്. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും നമ്മൾ നമ്മുടെ ജീവിതം ആസ്വദിച്ച് തുടങ്ങാൻ തീരുമാനിച്ച സമയത്ത് തന്നെ എന്തിനാ ഇങ്ങനെ ഇടക്കിടക്ക് നാഗം നമ്മുടെ ജീവിതത്തിലേക്ക് എഴഞ്ഞു കയറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി അത് കാണുമ്പോഴുള്ള അസൂയ കൊണ്ടായിരിക്കുമല്ലേ? നമ്മുടെ ഈ പ്രണയം കണ്ടിട്ടുള്ള അസൂയായിരിക്കും അതിന് പിന്നിൽ. ഇന്നലെ താൻ ഒരുപാട് പൊട്ടിത്തെറിച്ചു, ഒരുപാട് ഒച്ച വെച്ചു. ആ കഥ തന്നെയാണോ എൻ്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്? അല്ലേ അല്ല, ഇത് വേറെ ആളാ. ഇതാണ് എൻ്റെ കഥ, ഞാൻ മനസ്സ് തന്ന എൻ്റെ മാത്രം കഥ. അങ്ങനെ പറഞ്ഞ് വീണ്ടും കൃഷ്ണയുടെ കയ്യിൽ കയറി പിടിക്കുവാണ് കേട്ടോ നവീൻ. അതുകൊണ്ട് നമുക്ക് ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ മറക്കാം. ഇന്നത്തെ ദിവസം എനിക്ക് ഫുള്ളായിട്ട് വേണം. പറ, ഇന്നിന് മറ്റൊരു കാര്യവും പറഞ്ഞ് തടസ്സം പറയില്ലല്ലോ? ഇല്ല, ഒന്നും പറയില്ല എന്ന് കൃഷ്ണയെ സന്തോഷത്തോടെ പറയുവാണ്. അങ്ങനെ കൃഷ്ണയും നവീനപ്പോൾ ആ യാത്ര എൻജോയ് ചെയ്യുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വിശന്ന് വലിഞ്ഞ് നിൽക്കുന്ന ഗാഥേനെയാണ്. ഗാഥക്കാണെങ്കിൽ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഫ്രൂട്ട്സ് കണ്ടിട്ട് കൺട്രോൾ പോകുവാണ് കേട്ടോ. ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം ഗാഥ പതിയെ ആ ഫ്രൂട്ട്സിൻ്റെ നിന്ന് ഒരു ആപ്പിൾ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ഈ സമയത്ത് ഈ കാഴ്ച കണ്ട് സുമിത്ര അങ്ങോട്ടേക്ക് വരിക. മോളെ എന്താ ഇത്? മോൾ വ്രതം എടുത്തിരിക്കുകയല്ലേ, അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ലെന്ന് മോൾക്കറിയില്ലേ? മോൾക്ക് വേണ്ടി ഞാൻ കരിക്കിൻ ജ്യൂസ് എടുത്തിട്ട് വരാം. അത് കേൾക്കുന്നതും ഗാഥ ചോദിക്കണേ അത് കഴിച്ച് എൻ്റെ വിശപ്പ് മാറുമോ? എന്താ മോളെ ഇത്? മോളുടെ പേടി മാറാനല്ലേ മുത്തശ്ശി വ്രതത്തിൻ്റെ കാര്യം പറഞ്ഞത്? ഇന്നലെ മുത്തശ്ശി പറഞ്ഞപ്പോൾ അതെടുത്തോളാന്ന് മോള് സമ്മതിച്ചതല്ലേ? എന്നിട്ടിപ്പോൾ എന്തു പറ്റി? സർപ്പബലിക്ക് വേണ്ടി എത്ര ദിവസം വ്രതം എടുത്ത കുട്ടിയാ? അന്നൊന്നും മോൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അന്ന് മോള് ഏത് സമയവും പ്രാർത്ഥനയിലും പൂജാമുറിയിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ സുമിത്രയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് ദേഷ്യത്തിൽ നിൽക്കുന്ന ഗാഥയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് നവീനും കൃഷ്ണയും കൂടി മറ്റാരുടെ ശല്യമില്ലാത്ത ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്തെത്തുവാണ്. അങ്ങനെ അവിടെ വെച്ച് നവീൻ കൃഷ്ണയോട് മനസ്സ് തുറക്കുവാണ്. നവീൻ എന്നിട്ട് കൃഷ്ണയോട് പറയണേ അതെ, ഇന്നലെ വരെ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പരിഹാരം ഈ ഡ്രസ്സിൽ വന്ന് താൻ എന്നെ ശരിക്കും ഞെട്ടിച്ചു. പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന ഈ സൈലൻസ് ഉണ്ടല്ലോ, അതെനിക്ക് ഓക്കെയല്ല. എന്തേലും പറ. അന്നേരം കൃഷ്ണ നവീനോട് എന്ത് പറയണം എന്നറിയാതെ നാണത്തോടെ ചിരിക്കുവാണ്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ഒരു ബെഞ്ചിലിരിക്കുന്ന കൃഷ്ണനെ നവീനെയാണ് കേട്ടോ. ഈ സമയം നവീനാണെങ്കിൽ കൃഷ്ണയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുവാണ്. അന്നേരം കൃഷ്ണ ഒത്തിരി സന്തോഷത്തോടെ നവീൻ്റെ തലമുടികളിൽ ഇങ്ങനെ തലോടി നിൽക്കുക. അങ്ങനെ വളരെ നല്ല നല്ല നിമിഷങ്ങൾ നവീനും കൃഷ്ണയും തമ്മിൽ ചിലവഴിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്